ലോകത്ത് അതിക്രൂരമായി പീഡനം അനുഭവിച്ച പെൺകുട്ടിയാണ് ജുങ്കോ ഫുറോത്ത. 40 ദിവസം 400ഓളം പേര് പീഡിപ്പിച്ചിട്ടുണ്ട് ആ കുട്ടിയെ. ഒരു പ്രണയം നിരസിച്ചതിൻ്റെ പേരിലാണ് ജുങ്കോ ഫുറോത്ത ഈ പീഡനങ്ങൾ അത്രയും അനുഭവിച്ചത്. നമ്മളൊന്നും കേട്ടിട്ട് പോലുമില്ലാത്ത, നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും വേദനകളാണ് ആ 40 ദിവസം ആ പെൺകുട്ടി അനുഭവിച്ചത്. ആ പെൺകുട്ടിയുടെ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. 1971 ജപ്പാനിൽ ജനിച്ച പെൺകുട്ടിയാണ് ജുങ്കോ ഫുറോത്ത. തൻ്റെ 17 വയസ്സിൽ അവള് അത്രയും പഠിക്കുന്ന കുട്ടിയും സ്കൂളിലെ ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഇഷ്ടപ്പെട്ട കുട്ടിയും കാണാൻ അതിസുന്ദരിയുമായിരുന്നു. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവളൊരു സിംഗർ ആവുക, അറിയപ്പെടുന്നൊരു പാട്ടുകാരിയാവുക എന്നുള്ളതായിരുന്നു. അവൾ പാർട്ട് ടൈമായിട്ട് ഒരു പ്ലാസ്റ്റിക് മോൾഡിങ് കമ്പനിയിലാണ് ജോലിക്ക് പോകുന്നത് തന്നെ അവളുടെ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയായിരുന്നു. ഈ അതീവ സുന്ദരിയായ ജുങ്കോ ഫുറോത്തയെ ഹിരോഷി മിയാമി എന്ന് പറയുന്ന ഒരു 18കാരൻ പ്രപ്പോസ് ചെയ്തു. ആ ഹിരോഷി മിയാമി ജപ്പാനിലെ തന്നെ കൊടും ക്രൂരമായ യാക്കൂസ ഗ്യാങ്ങിൽപ്പെട്ട കുട്ടിയായിരുന്നു. അവന് യാക്കൂസ ഗ്യാങ്ങിലെ ആൾക്കാരുമായിട്ടാണ് ബന്ധവും സൗഹൃദവും ഒക്കെ. പിടിച്ചുപറിയും മോഷണവും പെൺകുട്ടികളെ പീഡിപ്പിക്കലും അങ്ങനെ ഒരുപാട് വൈകൃതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഇവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവൾ അത് നിരസിക്കുകയാണ്. അതിനുശേഷം ഒരു ദിവസം ഹിരോഷി മിയാമിയും ജോ ഒഗൂറയും കൂടെ ഒരു സ്ട്രീറ്റിൽ അവിടെ നിൽക്കുകയാണ്. അതായത് വരുന്ന ആളിനെ തട്ടിപ്പറിച്ച് പണം വാങ്ങാനും അതൊരു പെൺകുട്ടിയാണെങ്കിലും അവളെ പീഡിപ്പിക്കാനും വേണ്ടി നിൽക്കുകയായിരുന്നു. പക്ഷെ ആ സമയം വന്നത് ജുങ്കോ ഫുറോത്തയായിരുന്നു. അവളുടെ പാർട്ട് ടൈം ജോബ് കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. അങ്ങനെ ഹിരോഷി മിയാമി ജോ ഒഗൂറയോട് പറയുകയാണ് അവളെ സൈക്കിളിൽ നിന്ന് തള്ളിയിടുക, എന്നിട്ട് അറിയാത്ത പോലെ പോവുക. ആ സമയത്ത് അവൻ അവളെ സൈക്കിളിൽ നിന്ന് തള്ളിയിടുകയും അവിടെ വളരെ യാദൃശ്ചികമായി വന്നതുപോലെ ഹിരോഷി മിയാമി എത്തുകയും ചെയ്തു. അവളെ താൻ വീട്ടിൽ കൊണ്ടുപോയി വിടാന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ച് അവൾക്ക് മനസ്സിലായി പോകുന്ന സ്ഥലം, അതായത് ഇവൻ തട്ടിക്കൊണ്ടുപോയാണെന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. ആ സമയത്ത് ഹിരോഷി മിയാമി പറഞ്ഞു, ഞാൻ യാക്കൂസി ഗ്യാങ്ങിൽപ്പെട്ട ആളാണ്, നിന്നെയും നിന്റെ വീട്ടുകാരെയും ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. അവളെ അഡാച്ചിയിൽ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ഹിരോഷി മിയാമി പീഡിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചത് പറഞ്ഞ സമയത്ത് അവളെ വിട്ടുകളയരുത്, അവളെ വിടരുതെന്ന് പറഞ്ഞ് അവൻ്റെ അതായത് സിൻഷി മിനാറ്റോ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയായിരുന്നു. അവൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് അവർ പറഞ്ഞത് ഇത് തൻ്റെ ഗേൾഫ്രണ്ടാണെന്നാണ്. അവളെ ഭീഷണിപ്പെടുത്തി തൻ്റെ ഗേൾഫ്രണ്ടായിട്ട് അഭിനയിപ്പിച്ചു. അങ്ങനെ അവരുടെ വീട്ടിൻ്റെ മുകളിലാണ് ഇവളെ കൊണ്ട് താമസിപ്പിച്ചത്. അങ്ങനെ അവിടെ ഈ യാക്കൂസി ഗ്യാങ്ങിൽപ്പെട്ട പലരും വന്നു പോവുകയും 400ഓളം പേർ അവളെ പീഡിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇവരൊരു ഗ്യാങ് റേപ്പാണ് അവിടെ നടത്തുന്നത്. ആ കുട്ടിയുടെ പറയുമ്പോൾ തന്നെ നമുക്ക് അത്രയും നമ്മളൊന്നും ചിന്തിക്കാൻ പോലും, നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭീകരത തോന്നുന്ന കാര്യങ്ങളാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ 40 ദിവസം നടന്നത്. ആ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ, അതായത് ആ കുട്ടിയുടെ വജൈനയിൽ, അവളുടെ മലദ്വാരത്തിലൊക്കെ വീറിൻ്റെ കുപ്പിയും അതുപോലെ ഇരുമ്പ് ദണ്ടുകളുമാണ് കയറ്റി ഇറക്കിയത്. അവളെ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് അവളുടെ കാലുകൾ പൊള്ളിക്കുകയാണ് ചെയ്തത്. അവളെ അവരൊരു പഞ്ചിങ് ബാഗായിട്ട് കെട്ടിത്തൂക്കി ഒരുപാട് അടിച്ചു. മുഖത്താണ് അടിക്കുന്നത്. അതായത് അവൾ രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് ഓരോ തവണയും അവൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് മുഖത്ത് കുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവര് അവളെ നഗ്നയാക്കിയിട്ട് അവളെ ഡാൻസ് കളിപ്പിക്കുകയാണ്. അവരുടെ മുന്നിൽ വെച്ച് അവളെ മാസ്റ്റുർബേഷൻ അവളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അവളെ കൊണ്ട് പല സാധനങ്ങളും, പെയിന്റിൽ മിക്സ് ചെയ്യുന്ന പല സാധനങ്ങളും സ്മെല്ല് ചെയ്യിക്കുകയും അവളെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കുകയും അതുപോലെ തന്നെ അവളെ ഭീകരമായിട്ട് ബ്രൂട്ടലി റേപ്പ് ചെയ്യുകയാണ് ആ കുട്ടിയെ. അതുപോലെ തന്നെ അവളെ, അതായത് ഈ ഹിരോഷി മിയാമി എന്ന് പറയുന്ന അയാളൊരു ഗെയിം കളിക്കുന്നുണ്ട്. അതായത് മഹാൻജോങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റമ്മി പോലത്തെ ഒരു ഗെയിം കളിച്ച് അയാളുടെ പൈസയൊക്കെ കളഞ്ഞു വരുന്ന ദിവസം അയാൾ തീരുമാനിച്ചിരിക്കുന്നത് അവളുടെ അടുത്ത് ആ ദേഷ്യമെല്ലാം തീർക്കാമെന്നാണ്. അവളുടെ കണ്ണുകളിൽ മെഴുകുതിരി കത്തിച്ച് അതിൻ്റെ
അത് മെഴുകുതിരി ഉറ്റിച്ചു കൊടുക്കുകയാണ്. അവളുടെ കണ്ണിൽ ആ മെഴുക് ഉറ്റിക്കുകയാണ്. അവളുടെ കൺപീലികൾ മെഴുകുതിരി കത്തിച്ച് കത്തിക്കുകയാണ്. അവളുടെ വജേന കത്തിക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ ബ്രസ്റ്റ് കട്ടർ വെച്ചിട്ട് പറിച്ചെടുക്കുകയാണ്. അവളുടെ ആ നിപ്പിള് കട്ടർ വെച്ച് പറിച്ചെടുത്ത് ആ കുഴിയിൽ അവിടെ സിഗരറ്റ് കുത്തി വെക്കുകയാണ്. അതുപോലെ അവളുടെ ശരീരത്തിൽ മുഴുവനും പൊള്ളലേൽപ്പിക്കുകയാണ്. വജൈനയിൽ സിഗരറ്റ് കുത്തി ഇറക്കുകയാണ്. അതുപോലെ വളരെ ബ്രൂട്ടലി ഒരു പെൺകുട്ടിയോട് എന്തൊക്കെ ചെയ്യാൻ, ഇത്രയും വേദന അനുഭവിച്ച ഒരു പെൺകുട്ടിയാണ് അവള്. അത് കഴിഞ്ഞ് അവൾക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം അവളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് താഴേക്ക് വീഴുന്ന സമയത്ത് അവളൊരു പ്ലാസ്റ്റിക് ബാഗിലാണ് ഇവർ കെട്ടിവെക്കുന്നത്. പ്ലാസ്റ്റിക് ബാഗിൽ കെട്ടിവെച്ച് ഇവളുടെ വയറിൽ ഇരുമ്പ് ബോൾ, അവർ എക്സസൈസ് ചെയ്യുന്ന ഇരുമ്പ് ബോൾ വെച്ചാണ് അവളുടെ വയറിന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കുട്ടിയെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ്. അതിനുശേഷം ജനുവരി 4 ഈ 2 മണിക്കൂറോളമാണ് ഈ ഇത്രയും മൃഗീയമായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടി അനുഭവിക്കുന്നത്. പിറ്റേ ദിവസം ഹിരോഷി മിയാമിയോട് തൻ്റെ സഹോദരൻ വന്ന് പറയുകയാണ് അവൾ മരിച്ചു എന്നുള്ള കാര്യം. അങ്ങനെ അവളെ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ് കെട്ടി ഒരു ട്രാവൽ ബാഗിലാക്കി അവരൊരു ഇരുമ്പിൻ്റെ കാനിൽ കൊണ്ടുവച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുകയാണ്. സിമെൻ്റൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് ഒരു പണി നടക്കുന്ന ബിൽഡിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. ജനുവരി 5 ഈ സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഹിരോഷി മിയാമിയും ജോ ഒഗുറയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 19-കാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഹിരോഷി മിയാമി ജോ ഒഗുറ തൻ്റെ പോലീസിനോട് ജുങ്കോ ഫുറൂത്തയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള പേരിൽ കുറ്റം സമ്മതിക്കുകയാണ്. അങ്ങനെയാണ് പോലീസ് കൺഫ്യൂസ്ഡ് ആവുന്നത്. അങ്ങനെ പോലീസിനെ ഇവൻ കാണിച്ചു കൊടുക്കുകയാണ് ജുങ്കോ ഫുറൂത്തയെ എവിടെയാണ് കൊണ്ടുവച്ചതെന്നുള്ളത്. അങ്ങനെ അവിടെ പോയി പോലീസ് കണ്ടെത്തുകയാണ്. ഏപ്രിൽ 2 ജുങ്കോ ഫുറൂത്തയെ അടക്കം ചെയ്യുന്നത്. ലോകത്ത് ഇത്രയും അധികം 40 ദിവസത്തോളം ആ ഡിസംബർ കാലഘട്ടത്തിൽ അവൾ അനുഭവിച്ചത് അത്രയും മൃഗീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 40 ദിവസത്തോളം 400 പേര് അത്രയും പൈശാചികമായി അവളോട് ചെയ്ത ക്രൂരകൃത്യങ്ങളാണ് ഇതൊക്കെ. ജുങ്കോ ഫുറൂത്തയെ ആസ്പദമാക്കി ജപ്പാനിലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്രയും മൃഗീയമായി അത്രയും വേദന അനുഭവിച്ചൊരു പെൺകുട്ടിയാണ് ജുങ്കോ ഫുറൂത്ത. ജുങ്കോ ഫുറൂത്തയെ കുറിച്ച് കൂടുതൽ കോൺക്രീറ്റ് എന്ന സിനിമ ഗൂഗിളിൽ ഒരുപാട് ആർട്ടിക്കിൾസ്, ഒരുപാട് കേസ് ഫയൽസ് ജുങ്കോ ഫുറൂത്തയെ കുറിച്ചുണ്ട്. അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്.